ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ബാർബിക്യൂവിൽ പോയാണ് മലയാളി സംഗമം. ഓക്കെ വെരി ഗുഡ്. ഇന്ന് ഞങ്ങൾ ഇവിടെ ബാർബിക്യൂ, മലയാളീസ് എല്ലാവരും കൂടെ ഒരു ബാർബിക്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാവരും ഇവിടെ എത്തി. അപ്പോൾ പല സ്ഥലങ്ങളിൽ എല്ലാവരും ഇവിടെ ബാഴ്സലോണ സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. ഒരു പ്രത്യേക ഒരു സ്ഥലം ഉണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. ഇന്ന് മുഴുവനും ഞങ്ങളിന്നിവിടെ ബാർബിക്യൂ ഐറ്റംസ് ഓൾ മലയാളീസ് ഗ്യാതറിങ് ടുഗെദർ. ഇതെല്ലാം നമ്മുടെ ആൾക്കാരാണ് പോകുന്നതൊക്കെ. ഹലോ, വെൽക്കം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ പോകാമായിരുന്നല്ലോ അങ്ങോട്ട്. ആണോ? ഉറപ്പാണോ? ഇവര് വഴിതെറ്റിച്ചു. കറങ്ങിയാണ് വരാമായിരുന്നു, ഞങ്ങൾ വഴിതെറ്റിച്ചു. എൻ്റെ പൊന്നെ, yes, pan con tomate. ഇത് ഇവിടെ നമ്മുടെ കത്തലൂഞ്ഞയിലെ സ്പെഷ്യലായിട്ടുള്ള പാൻ കോം ടൊമാറ്റോ എന്ന് പറയും. നമ്മുടെ ബ്രെഡിൽ ടൊമാറ്റോ അല്ലേ, ടൊമാറ്റോ പിന്നെ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് വെക്കുന്നു. എല്ലാ ഫുഡ് ഐറ്റംസ് അവിടെയുള്ളതെല്ലാം യെസ്. എല്ലാം നമ്മുടെ हेलो सुगम सब ठीक है बढ़िया. ओके, നമ്മളിപ്പോൾ ഇന്ന് ബാർബിക്യൂ ഇതാണ്, ബാർബിക്യൂവിൻ്റെ സെറ്റാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ബാർബിക്യൂ ഇപ്പോൾ പല സെഷനുണ്ട്, അവിടെ ഓരോ സെഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ പലരും ബുക്ക് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമൊക്കെ നടത്താൻ പറ്റുന്ന സ്ഥലമാണ്. അടിപൊളിയല്ലേ? സിറ്റിയുടെ നടുക്ക് ഒരു ശാന്തസുന്ദരമായ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ ഇവിടെ ബാർബിക്യൂവിൻ്റെ ഇതാണ് കാണുന്നത് ഇപ്പോൾ. അപ്പൊ ഇത് നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരു കൈ കെട്ടി കൊടുക്കും. അപ്പൊ ആകെ 800 കെട്ടിക്കോളാൻ പറഞ്ഞ. താങ്ക് യു. വെരി ഗുഡ്. അറിയില്ല. അങ്ങനെ
താങ്ക് യു. ഓക്കെ, വെൽക്കം. ഞാനെടുത്ത് അല്ല ഞാൻ എങ്ങനെയോ ചോദിച്ചു. അതെ കപ്പോട് ആവുന്നുള്ളൂ. ഇത് നമ്മുടെ ഫസ്റ്റാണല്ലേ? ആ, ഇത് വെജിറ്റബിൾ ഫ്രൈ ആണ്. ഹെർബ്സ് ഒക്കെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഒരു 20 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. കുക്കിംഗ് ടൈം അല്ലേ? ആ, റൈസ് ഇട്ട് കഴിഞ്ഞാൽ 20 മിനിറ്റ്സ്. ഇത് ഗ്രില്ലായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫയറാണ് വേണ്ടത് ഇതിന്. ആ, ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെതായ എന്നാലും നമ്മൾ കുറച്ച് ഫയർ കൂട്ടിയിട്ട് പെട്ടെന്ന് ആവുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ 20 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ്. ഓക്കെ ഓക്കെ. അല്ലാതെ എവിടെ എന്ത് സംഭവിച്ചു എന്തെങ്കിലും രണ്ട് വാക്ക് പറയും സഹോദരൻ. നമ്മുടെ ഈ പ്രാവശ്യത്തെ അസോസിയേഷൻ്റെ ബാർബിക്യൂനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായമാണ്. വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാർ പരിപാടി വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവും സാഹചര്യമൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡിനെ കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത്രയും നല്ല രീതിയിൽ ലാവിഷായിട്ടുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി. അത് ഒരു സാധനം പോലും നമുക്കൊന്നും ഷോർട്ടിനല്ല വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? പല ഒരു ഐറ്റം കഴിയുമ്പോൾ അടുത്ത ഐറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. സാധനം മാറി വരുന്നുണ്ട്. വരുന്ന സാധനങ്ങളെല്ലാം നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ്. ഓക്കെ, അങ്ങനെ എന്തുകൊണ്ടും എപ്പോഴും ഓർക്കുന്ന രീതിയിലുള്ള ഒരു ബാർബിക്യൂ അല്ല, വെറൈറ്റി ബാർബിക്യൂ. വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, ഉള്ളിൽ എപ്പോൾ വേണേലും കൊണ്ടാവും. ഒന്നും ഇടില്ല, അതുപോലെ ഇതൊക്കെ ഇടില്ല. അതെ, അതുണ്ടാവും. ഇതിപ്പോൾ പോസ്റ്റാണ്, കുഴപ്പമില്ല. പറഞ്ഞു. പിന്നെ
ഭയങ്കര അതെ തീർച്ചയായിട്ടും അടിച്ചു ഇതുണ്ടെന്ന് നോൺ വെജിന് സൂപ്പർ കേട്ടാ, അടിപൊളി. താങ്ക് യു സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു, വെരി ഗുഡ്, താങ്ക് യു. ബാർബിക്യൂ വളരെ എന്താ പറയുക, ഓർഗനൈസ് ചെയ്തത് നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ. പിന്നെന്താ, ഭക്ഷണം നല്ല ഭക്ഷണമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ 2 പ്രാവശ്യം ബാർബിക്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷേ കുറച്ച് ജിറോണ ഭാഗത്തായിരുന്നു, അതുകൊണ്ട് കുറച്ച് പേർക്ക് കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും ഈ ഭാഗം എല്ലാവർക്കും കുറച്ചുകൂടി ആക്സസിബിൾ ആയ കാരണം എനിക്ക് തോന്നുന്നു പാർട്ടിസിപ്പേഷൻ കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പിന്നെ അതേപോലെ തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ. ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഫുഡ് നല്ല ഭക്ഷണമായിരുന്നു, നല്ല വെറൈറ്റി ഭക്ഷണമായിരുന്നു. സ്നാക്സ് ഒക്കെ ഒത്തിരി ഡിഫറെന്റ് സ്നാക്സ്, അതേപോലെ തന്നെ ഇപ്പം ഞാൻ വെജ് പയ്യാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. വെജ് പയ്യ നന്നായിരുന്നു. അവിടെ കുറച്ച് വെജ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവരെയും കൂടി അവർ കൺസിഡർ ചെയ്തപ്പോൾ എല്ലാവരും നമ്മൾ കൺസിഡർ എല്ലാ വർഷവും നമ്മൾ വെജ് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഡിഫറെന്റ് ആയിരുന്നു അല്ലേ? അല്ലേ, ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? അതാണ് നമ്മുടെ മലയാളി അസോസിയേഷനിൽ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മുടെ യൂണിയൻ ഒന്നുകൂടെ സ്ട്രോങ് ആവുന്നതാണ് അല്ലേ? ഇനിയും ബാർബിക്യൂ ഉണ്ടാകട്ടെ, ഇതുപോലത്തെ പല പരിപാടികൾ, ബാർബിക്യൂ മാത്രമല്ല പല പരിപാടികൾ ഉണ്ടാകട്ടെ എന്നുള്ള. താങ്ക് യു. നമ്മുടെ 2026 ബാർബിക്യൂയെ കുറിച്ച് 2 വാക്ക് പറയൂ. ഈ പ്രാവശ്യത്തെ ബാർബിക്യൂ 2 വാക്ക് പറഞ്ഞു. 2 പറഞ്ഞോളൂ. അടിപൊളി. ഇത്തവണത്തെ ബാർബിക്യൂവിന് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 വർഷത്തിൽ ഏറ്റവും നല്ല ഫുഡ് വെറൈറ്റീസ് ഉണ്ടായിരുന്ന ഒരു ബാർബിക്യൂ ആയിരുന്നു. എല്ലാവരും പറയുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ്. പിന്നെ ഓർഗനൈസിങ് ടീം വളരെ എഫിഷ്യൻ്റ് ആയിട്ടെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് എല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രോപ്പറായിരുന്നു. പിന്നെ ഗെയിംസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ഞാനത് നോട്ട് ചെയ്തു അല്ലേ. ഗെയിംസ് കുട്ടികളെ നമ്മൾ അവരെയും കൺസിഡർ ചെയ്തു. അതുപോലെ വെജ് ഫുഡ് അതും ഉണ്ടായിരുന്നു. 2 സ്റ്റോള് വെജ് സ്നാക്സ്, ഡിഫറെന്റ് സ്നാക്സ് അല്ലേ? പ്രത്യേകിച്ച് ബലൂൺ വെച്ച് ഓടുന്ന കളിയൊക്കെ അടിപൊളിയായിരുന്നു. ജയിച്ചത് തോറ്റു തോന്നുന്നു അല്ലേ? ഓക്കെ. എന്നാലും പാർട്ടിസിപ്പേഷൻ സൂപ്പർ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു എല്ലാവരും. നൂലുവലയിൽ ഞങ്ങൾ ജയിച്ചായിരുന്നു. ഞാനത് കണ്ടില്ല, സോറി. റിയലി ഞാനത് കണ്ടില്ല, ഞാൻ തിരക്കില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ ബ്രോസ്, നമ്മുടെ ഇന്നത്തെ ബാർബിക്യൂവിനെ കുറിച്ച് 2 വാക്ക് പറയും. നല്ല ബാർബിക്യൂ അല്ലേ? നല്ല ഭക്ഷണമായിരുന്നു, വളരെ പ്രൊഫഷണൽ അറേഞ്ച്മെന്റ് ആയിരുന്നു. അതാണ് ഈ പ്രാവശ്യം ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത്. ഞാൻ വെള്ളക്കുപ്പി ആണെങ്കിലും ഇവിടെ വന്നപ്പോൾ ഉള്ള സാലഡിന്റെ അറേഞ്ച്മെന്റ് ആണെങ്കിലും എല്ലാം ഗംഭീരമായിരുന്നു. ഇപ്പൊ പോലും എവിടേക്ക് നോക്കി അറിയാം, വളരെ നന്നായിരുന്നു ഫുഡ്. പിന്നെ എന്റർടൈൻമെന്റ്, ഈ പ്രാവശ്യം എന്റർടൈൻമെന്റ് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ ഞാൻ എന്റർടൈൻമെന്റിലായിരുന്നു. ഇവരെന്തിനാ ചിരിക്കണമെന്ന് എനിക്കറിയില്ല. ക്യാമറ അവരിലേക്ക് പോകാം. എന്തെങ്കിലും പറ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് അല്ലേ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം അവിടെ വന്നു. ഓക്കെ. നീ അറിയില്ലേ? വളരെ നല്ല ഓർഗനൈസേഷൻ ആയിരുന്നു. ഫുഡ് അല്ലേ? സൂപ്പറായിരുന്നു. അറേഞ്ച്മെന്റ്സും അല്ലേ? പയ്യ കഴിച്ചില്ലേ? കൊച്ചു കഴിച്ചു, ഞാൻ കഴിച്ചില്ല. കഴിച്ചില്ലേ? വെച്ചുണ്ടായിരുന്നല്ലോ. കഴിക്കണം. അല്ല, ഞാൻ നോൺ വെജ് കഴിക്കണം. അല്ലല്ല, ഓവറോൾ ഇറ്റ് വാസ് ഫൈൻ. താങ്ക് യു. ഗെയിംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തോ? ഇല്ല, കണ്ടു. ഓക്കെ ഓക്കെ. ഏത് ഗ്രൂപ്പായിരുന്നു? ഓറഞ്ച്. സെയിം ഗ്രൂപ്പ്. ഓക്കെ, താങ്ക് യു.
ഹലോ. ഹലോ. ഈ സഹോദരി ആദ്യം മുതൽ ഇവിടെ വിളമ്പാൻ വേണ്ടി ഇരിക്കുന്നത് ഞാൻ വന്നപ്പോൾ കാണുന്നതാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. വെറൈറ്റി എന്താണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ പിക്കിൾ കോമ്പിനേഷൻ ആയി. അയ്യോ, സ്റ്റാർട്ടേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഇത് ഞാൻ അറിഞ്ഞുകൂടില്ല. ഇതൊക്കെ ഉണ്ടോ? ഇതുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വെറൈറ്റി സംഭവം ഈ വർഷമല്ലേ? തായ് ചിക്കൻ സ്ക്യൂസ് കഴിഞ്ഞു. ഇപ്പൊ മാംഗോ ഫ്ലേവർ ചിക്കൻ, തായ് ചിക്കൻ ഭയങ്കര സംഭവമാണ് ഈ വർഷം കേട്ടോ. അപ്പോൾ എല്ലാവരും ആശംസകൾ. താങ്ക് യു കേട്ടോ. ഫുഡെല്ലാം കഴിച്ചോ? എല്ലാം കഴിച്ചോ? പിന്നെ കുറച്ചൊക്കെ ബാക്കി ഓക്കെ വെരി ഗുഡ്. Magradamol, muy bien. No se involupa, justifica la teva resposta. Yes, this is going live. Es muy divertit. Molt divertido. Genial. Al Menjar bien. Muy contento, ¿sí? Sí, contento. muy contento. Sí. ¿Y tú? Nada. Res. ¿Alguna palabra? ¿Res? ¿Por qué? No sé, me agrada No sé, molt. tú comes bien, ¿sabes? Com va de paella? Molt bé. Molt bé, no? നല്ലായിരുന്നു. നല്ലതായിരുന്നു. യെസ്. പായയ്യ ഇഷ്ടപ്പെട്ടോ? പയ്യ കഴിച്ചു നോക്കില്ല. പിന്നെ നീ ഗെയിം പങ്കെടുത്തോ? ഗെയിം അങ്ങനെ ഏത് ഗ്രൂപ്പായിരുന്നു? ഞാൻ മറ്റേ ബാൻഡിന്റെ ഗ്രൂപ്പായിരുന്നു. കളർ കളേഴ്സിന്റെ. Which color? Orange was wonderful, one of the best team. Yeah. സ്വന്തം ഗ്രൂപ്പ്. How was today's experience? Very good. Very good. You enjoyed, no? Yeah. It's the first time here for the barbecue? For the barbecue first time. Yeah. You never miss in the future, okay? Of course not. Yeah, okay. How was the program today? Oh, fantastic. You So loved it. good. Yeah. Amazing. You taste all the food, right? Everything. I don't leave anything. That's great. That's the I'm most. waiting for more. Very good. And there's a variety of pickles. Did you say that? I did that. In fact, I was fasting since yesterday so that I could Just enjoy for today. Muy bien. Very good. Thank you. Hello. Say something about our barbecue of today. Really good. Because usually you come for the Malayali Association, no? Yeah. You're one of the familiar face. I am thankful to you. You are basically you are from I'm from Delhi. but you are one of the family in Kerala. Yes. We are so happy. I remember on the Onam day you were there, no? Yes, I came with the traditional Kerala sari. Yeah. So it is happy to see that a person from other place coming to our culture. I love the culture. This is why I'm part of it. Wow, nice. So how you felt today's food? The food was really amazing, and the company is even more amazing. Yeah. I love being with the people. Like a family, one family, the family atmosphere. Yes. Thank you. It's really nice. Most welcome to approach all the programs of Kerala. Thank you. Okay. I will be in the Onam also. Thank you. Okay then. Bye. ഫസ്റ്റ് ടൈം ബാർബിക്യൂ പാർട്ടിയിലാണ്. ഫസ്റ്റ് ടൈം ആണോ? ബാർബിക്യൂ പാർട്ടിയിൽ ഫസ്റ്റ് ടൈം. നമ്മുടെ ബാർബിക്യൂയിൽ നടത്തിയിട്ടുള്ള ഈ പ്രാവശ്യം അല്പം ഡിഫറൻസ് ഒക്കെ ഉണ്ട് അല്ലേ? ഒക്കെ ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ മീൻസ് നമ്മുടെ കളികളൊക്കെ ആദ്യമായിട്ടല്ല എൻ്റർടൈൻമെൻറ്റ് നടത്താറില്ല നമ്മൾ അല്ലേ? അത് പാർക്കുമാണ്. മാത്രമല്ല സെൻറ്ററിൽ തന്നെ നമുക്ക് സ്പേസ് കിട്ടിയത് അല്ലേ? അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവും. എല്ലാവർക്കും വരാനുള്ള കൺവീനിയൻസ് കറക്റ്റാണ്. കൺവീനിയൻസ് അല്ലേ? അധികം അലച്ചിൽ ടപ്പ് എത്താൻ പറ്റും അല്ലേ? വെരി ഗുഡ്. താങ്ക് യു. Ramesh. And you? I'm from Goa, but my wife is from Kerala. Oh, nice to meet you. For me, I'm first time joining the AMB. Really? First time? Yeah. So how long you have been here? 6 months. 6 months. Most welcome to Kerala family. AMB. Short one. AMB. This is Association of Malayali in Barcelona. So how you felt today's program? It's good? Really good. Food was great. Yeah, today's food was amazing because there are different varieties, veg, even including veg, and also the entertainment program. The organizing was really good. Yeah. എല്ലായിടത്തും ഞാൻ കുറേ ആൾക്കാർ ഇന്ത്യയിൽ അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചു. ഇന്ന് നമ്മുടെ പ്രസിഡന്റിന് 2 വാക്ക് കേൾക്കാം. എല്ലാവർക്കും വന്നതിന് താങ്ക്സ്. ഹോപ്പ് എവ്രി വൺ എൻജോയ്ഡ്. അച്ഛൻ എൻജോയ് ചെയ്തോ? യെസ്, ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. എല്ലാവരും പറഞ്ഞാൽ ഫുഡിനെ കുറിച്ച് പറഞ്ഞു. നല്ല വെറൈറ്റി ഫുഡ്, സർവീസിങ് ആൻഡ് ഓൾസോ എൻ്റർടൈൻമെൻറ്റ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്.
Putri, all the credit goes to all your company, all the team members, and your association. Okay. So to Robin who supported us. Ah, with yeah, the yeah, yeah. food, That's so special really- mention for that also. Robin, that's one of the another important thing. I saw. Okay, then thank you, Thank you, Robin. Ajay.